ഹായ്, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു വ്ളോഗായിട്ടാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കുക. കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇന്നാൾ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പഴമാണ്, നേന്ത്രപ്പഴം എല്ലാതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് എന്താ പറയുക, പഴുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെട്ടി വെച്ചത് വെറുതെ ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഇടിച്ചക്ക ഒഴിച്ചിട്ടുള്ള തോരനാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു ചക്ക കൂട്ടാനും അതുപോലെ തന്നെ ഇടിച്ചക്ക ഈ ഒരു തോരനൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കുട്ടികൾക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി മാത്രമാണ് ഞാനത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇടിച്ചക്കൊക്കെ ഒന്ന് ചെറുതാക്കി കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ തോലും ആ ഒരു സംഭവങ്ങളെല്ലാതും ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കയ്യുമ്മലാവുക എന്നുള്ളത് വലിയൊരു വിഷയമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ മൊത്തത്തിലൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കേണ്ട ഒരു സൗകര്യം കൊണ്ട് പുറത്ത് വെച്ചിട്ടാണ്, മുറ്റത്ത് വെച്ചിട്ടാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ കൈമൽ മൊത്തത്തിലായിട്ടുണ്ട്, കൈമലും കത്തിമലും ഒക്കെ ആയിട്ടുണ്ട്, അകപണി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ആദ്യം കയ്യിൽ എണ്ണ എന്തെങ്കിലും തേച്ചാൽ മതിയായിരുന്നു, ഞാനത് വിട്ട് പോയിട്ടാ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. ഇപ്പോൾ ഇതാ ചക്ക മൊത്തത്തിൽ ഞാൻ വലിയ പീസുമല്ല ചെറിയ പീസുമല്ല, ഒരു മീഡിയം സൈസിലുള്ള പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ കുക്കറിൽ ഇട്ടിട്ട് അങ്ങനെ കുക്കറിലേക്ക് ഇട്ടിട്ടാണ് വേവിച്ചിട്ട് എടുക്കുന്നത് കേട്ടോ. ഒറ്റ വിസിൽ അടുപ്പിച്ചെടുക്കുള്ളൂ, വേഗത്തിൽ ഇത് വേവായിട്ട് കിട്ടുമല്ലോ. ഇനിയിപ്പോൾ അതാ ചക്കൊക്കെ കുക്കറിൽ ഇട്ടിട്ട് എന്താ പറയുക അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വേവാകുമ്പോഴേക്കും തുടക്കൽ കഴിക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ ഒരു പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ആവുന്നത് കേട്ടോ. ഒന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തിൻ്റെ ബാക്കി കൂടി കാര്യങ്ങളും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേഗത്തിൽ നമുക്ക് പണികൾ കഴിച്ചാനും അതുപോലെ തന്നെ നമുക്ക് ഫ്രീ ആവാനും വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതാ വേഗത്തിലൊന്ന് ഫാസ്റ്റാക്കിയിട്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ അടിച്ചു വരലും കാര്യങ്ങളൊക്കെ അത് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഡൈനിങ് ഹാളാണ് തുടക്കുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞിട്ട് ലിവിങ് റൂം, ബെഡ്റൂം മൊത്തത്തിൽ താഴെ മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ ഞാൻ അടുപ്പത്തേക്ക് വന്നപ്പോൾ ഒന്ന് കുക്കർ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് വേവ് കൂടിയോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ വിസിലടിച്ചതിൻ്റെ ശേഷം ഞാൻ അപ്പം തന്നെ അത് മൂടി തുറന്ന് വെക്കാത്തതുകൊണ്ട് അങ്ങനെ കൂടി വെന്തു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചധികം വെളുത്തുള്ളി, കറിവേപ്പിൻ്റെ ഇല, പച്ചമുളക് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കാറ്. ഉണക്കമുളകും ഇട്ടെടുക്കും. അപ്പോൾ ഉണക്കമുളക് ഇപ്പം എൻ്റെ കയ്യിലില്ല. അപ്പോൾ കുറച്ചധികം തന്നെ കൂടുതലായിട്ട് എൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കടുക് പൊട്ടി വന്നതിൻ്റെ ശേഷം അതിലേക്ക് വെളുത്തുള്ളിയാണ് ഇട്ടെടുക്കുന്നത്. അപ്പോൾ കുറച്ചധികം തന്നെ വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വെളുത്തുള്ളിൻ്റെ ടേസ്റ്റും ഒരു പച്ചമുളകിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ നമുക്ക് ഈ ഒരു ചക്ക തിന്നുന്ന സമയത്ത് ഭയങ്കര ഒരു ടേസ്റ്റ് കൂടുതലാക്കും കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു വെളുത്തുള്ളി കൂടി ഒന്ന് മുരിഞ്ഞ് വന്നതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നമ്മൾ മുളകൊന്നും ഇടാതെയാണ് ആ ഒരു ചക്ക വേവാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പച്ചമുളക് നന്നായിട്ട് വേവായിട്ട് അതിൻ്റെ ആ ഒരു എരിവ് നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ കിട്ടണം കേട്ടോ. അത് വരെ ഒന്ന് വേവാക്കിയിട്ടെടുക്കാം. ഇനിയിപ്പോൾ അതൊന്ന് വേവായതിൻ്റെ ശേഷം ഞാനിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചക്ക ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചക്ക ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം. ഇത് പിന്നെ വേറെ കൂട്ടാനൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ രാവിലത്തെ ചിക്കൻ കറി ബാലൻസ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയും അച്ചാറും പപ്പടും പിന്നെന്താ ഈ ഒരു ചക്ക വെച്ചിട്ടുള്ള കൂട്ടാനുമാണ്. അപ്പോൾ നന്നായിട്ട് വേവായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതാ ചോറൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ഇടിച്ചക്ക തോരന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് വേവ് കൂടിയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ വിസിൽ അടിച്ച് ആ ഒരു ടൈമിൽ തന്നെ ഞാനത് ഒഴിവാക്കിയിട്ടില്ല, കാരണം തുടക്കമല്ലേ. അപ്പോൾ അതുകൊണ്ടിട്ട് അതിൻ്റെ ഇടയിൽ വിസിലൊന്ന് ഇതാവട്ടെ എന്ന് കരുതി. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ചക്കക്കൂട്ടാൻ. സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു, ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ചിക്കൻ കറിയും അച്ചാറും പപ്പടമൊക്കെ എടുത്തിട്ട് ഇതാ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചോറൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ചോറ് തിന്നലും കറികളൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുക്കൽ കഴിഞ്ഞു. അസർ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം
എൻ്റെ മരത്തുമ്മേ മുല്ലപ്പൂവുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ആയിട്ടുണ്ടായിരുന്ന ഒരു മരമായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ചധികം മുല്ലപ്പൂവ് ഉണ്ടാകുന്നുണ്ട്. അപ്പം ഞാൻ തലേന്ന് തന്നെ ഈ മുട്ട എടുത്തിട്ട് റൂമിൽ വെക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് വിരിയുമ്പോൾ ഭയങ്കര ഒരു സ്മെല്ലാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പൂവാണ് ഈ ഒരു മുല്ലപ്പൂവ്. അതിൻ്റെ ആ ഒരു സ്മെല്ലിന് എനിക്ക് ഭയങ്കര അഡിക്റ്റാണ് കേട്ടോ. ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഞാൻ എൻ്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് വെക്കാതെ അത് ഇങ്ങനെ മണത്തുകൊണ്ട് നിൽക്കും കേട്ടോ. അത്രയും ഇഷ്ടമാണ്. അപ്പോൾ അതാ കുറച്ചധികം മുട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ എടുത്തിട്ട് ഞാൻ റൂമിൽ കൊണ്ടുപോയി വെക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇത് വൈകുന്നേരത്താണ് കേട്ടോ. അപ്പോൾ അതാ കുറച്ചധികം മുട്ടുണ്ടാക്കുക അതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതിൻ്റെ തൊട്ട് താഴെ തന്നെ മുല്ലപ്പൂവിൻ്റെ വള്ളിയും അതുപോലെ തന്നെ നമ്മുടെ ഈ എന്താ പറയുക റുമ്മാമ്പ കേട്ടോ. അപ്പോൾ റുമ്മാമ്പത്തിൻ്റെ 2 തൈകളുണ്ട്. അപ്പോൾ ഇതാ പൂവിട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തത് മാത്രം. അപ്പോൾ എന്താ പറയുക ഇതിൻ്റെ മുന്നേ പൂവിട്ടപ്പോൾ ഒരു 3ഓളം റുമ്മാമ്പഴം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറുതായിരുന്നു, നല്ല കളർ ഉണ്ടായിരുന്നു. അപ്പോൾ വേറൊരു മരം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെക്കാട്ടി കുറച്ച് മൂത്തതാണ് വേറൊരു മരം. അതിന് വല്ലാണ്ട് പൂവൊന്നും ഇടാറില്ല. ഇതിപ്പോൾ പൂവൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇനിയിപ്പോൾ അത് ഒക്കെ എടുത്ത് ഇനിയിപ്പോൾ ഞാനിതാ ഇതെങ്ങനെ അകത്തൊക്കെ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഓക്കെ ബൈ.